ചട്ടവിരുദ്ധമായി ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിൽ പ്രതിപക്ഷ നേതാവ് രാഹുലിന് ലോക്സഭയിൽ ശക്തമായ മറുപടി നൽകി പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി കിരൺ റിജിജു. രാജ്യം ഇതുവരെ കണ്ട ഏറ്റവും കരുത്തനായ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. സഭയിൽ ചട്ടങ്ങൾ പാലിച്ച് സംസാരിക്കാൻ രാഹുൽ തയ്യാറാകണമെന്നും കിരൺ റിജിജു പറഞ്ഞു. आपको ऑथेंटिकेशन करना पड़ेगा क्योंकि आप लीडर ऑफ अपोजिशन है. आप मामूली आप सामान्य सदस्य नहीं है. यू आर द लीडर ऑफ अपोजिशन. व्हेन यू स्पीक ऑन सर्टेन थिंग. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, ചട്ടവിരുദ്ധമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിൽ പ്രതിപക്ഷ നേതാവ് രാഹുലിന് ലോക്സഭയിൽ ശക്തമായ മറുപടി തന്നെയാണല്ലോ പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി കിരൺ റിജിജു നൽകിയിരിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്? രോഹിണി, ബജറ്റിന്മേലുള്ള ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ലോക്സഭയിൽ 45 മിനിറ്റ് നേരമാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ സംസാരിച്ചത്. എന്നാൽ ആ പ്രസംഗത്തിലൊന്നും തന്നെ ബജറ്റിന്റെ ആഴത്തിലേക്കുള്ള ചർച്ചകളിലേക്ക് പോവുകയോ ജനങ്ങളുടെ വിഷയങ്ങൾ അല്ലെങ്കിൽ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ, പ്രതിപക്ഷത്തിന്റെ വാദങ്ങൾ ബജറ്റുമായി ബന്ധപ്പെട്ട ഇതൊന്നും സഭയിലേക്ക് ഉയർത്താതെ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് സഭയിലില്ലാത്ത ആളുകൾക്കെതിരെ അടിസ്ഥാനരഹിതമായിട്ടുള്ള വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടും പൂർണ്ണമായും സഭാ ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ടുമായിരുന്നു രാഹുലിന്റെ പ്രസംഗം. ഈ പ്രസംഗത്തിനിടെ നിരവധി തവണ ചെയറിന് രാഹുലിനെ ഇടപെട്ടുകൊണ്ട് താക്കീത് നൽകേണ്ട സാഹചര്യമുണ്ടായി. രാഹുൽ, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്. ഇത്തരത്തിൽ ചട്ടങ്ങൾക്ക് വിരുദ്ധമായുള്ള ആരോപണങ്ങൾ, അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ, വാദങ്ങൾ പ്രസംഗത്തിൽ ഉന്നയിക്കരുത്. നിങ്ങൾ ബജറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യൂ എന്നുള്ളത് നിരവധി തവണ ചെയറിലിരുന്ന മുതിർന്ന എം പിക്ക് രാഹുലിനെ താക്കീത് ചെയ്യേണ്ടി വന്നു. പക്ഷേ അത്തരത്തിൽ താക്കീതുകൾ നൽകിയിട്ട് പോലും സഭാ ചട്ടങ്ങൾ അനുസരിക്കാനോ ചട്ടങ്ങൾ അനുസരിച്ചുകൊണ്ട് ബജറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യാനോ തയ്യാറാകാതെ ഭാരതവും അമേരിക്കയും തമ്മിലുള്ള കരാറിലൂടെ ഭാരതത്തിന് അമേരിക്കയ്ക്ക് മുൻപിൽ അടിയറവ് വെച്ചു തുടങ്ങിയിട്ടുള്ള വാദങ്ങളും കൂടാതെ വ്യക്തിപരമായിട്ടുള്ള ആരോപണങ്ങളുമായിരുന്നു രാഹുൽ ഉന്നയിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും വ്യക്തിപരമായിട്ടുള്ള ആരോപണങ്ങൾ രാഹുലിന്റെ ഭാഗത്തുനിന്നുണ്ടായി. ഈ പ്രസംഗം കഴിഞ്ഞ ഉടൻ തന്നെയാണ് കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജിജു എഴുന്നേറ്റ് നിന്നുകൊണ്ട് രാഹുലിന് മറുപടി നൽകിയത്. നിങ്ങൾ പ്രതിപക്ഷ നേതാവ് എന്ന ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളാണ്. ലോക്സഭയ്ക്കുള്ളിൽ അല്ലെങ്കിൽ പാർലമെന്റിനകത്തിരിക്കുമ്പോൾ ചട്ടങ്ങൾക്കനുസരിച്ചുകൊണ്ടും ചട്ടങ്ങൾ പാലിച്ചുകൊണ്ടും മര്യാദ പാലിച്ചുകൊണ്ടും വേണം സംസാരിക്കാൻ. നിങ്ങൾ പ്രധാനമന്ത്രിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് കണ്ടു. ഇന്ന് രാജ്യം ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും കരുത്തനായ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. പ്രതിപക്ഷ നേതാവ് ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് സംസാരിക്കാൻ തയ്യാറാകണം എന്നുള്ളതാണ് കിരൺ റിജിജു മറുപടി നൽകിയിട്ടുള്ളത്. കൂടാതെ പാർലമെന്റിന് പുറത്ത് BJPയുടെ മുതിർന്ന അംഗങ്ങളും മുതിർന്ന MP-മാരും രാഹുലിനെതിരെ രൂക്ഷമായിട്ടുള്ള പ്രതികരണങ്ങളും മാധ്യമങ്ങളിലൂടെ നൽകിയിട്ടുണ്ട്. രോഹിണി, ശരി. ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.